മോഹൻലാലിൻ്റെ പിന്മാറ്റമാണ് അമ്മയിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റായി. ഹിസ്റ്റോറിക്കലി വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആണെന്നാണ് ഇപ്പോഴത്തെ ഞാൻ കരുതുന്നത്. അതിന് ശേഷമാണ് അതുവരെ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അവിടെ പ്രാക്ടിക്കലായിട്ട് നടപ്പിലായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എല്ലാവർക്കും സമ്മതനാണ്, സർവ്വസമ്മതനാണ്, ഒരു പ്രശ്നമില്ല. കാരണം ലാല് പിൻവാങ്ങി പോകുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും സങ്കടത്തിലായിരുന്നു. ഹോൾ അംഗങ്ങൾ മുഴുവനും അന്നത്തെ AGM-ൽ എണീറ്റ് നിന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു, ലാലേട്ടാ പോവല്ലേ, അങ്ങനെ ആർക്ക് കിട്ടും? അപ്പോൾ ലാൽ വളരെ എഡമൻ്റായിട്ട് പറഞ്ഞു, എനിക്ക് വയ്യ. അതിനുള്ള കാരണങ്ങളുണ്ടല്ലോ. ഈ ഹേമ റിപ്പോർട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി വന്നത്. ഹേമ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ മാധ്യമങ്ങളൊക്കെ വിരൽ ചൂണ്ടിയത് മോഹൻലാലിൻ്റെ അടുത്തേക്കാണ്. ദാറ്റ് ഇസ് ബിക്കോസ് ഹി ഈസ് ദി പ്രസിഡന്റ് ഓഫ് അമ്മ, ആൻസറബിൾ ആണ്. അപ്പോൾ എല്ലാ മീഡിയയും ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിനാണ്. അങ്ങനെ ഫോക്കസ് ചെയ്ത് മാത്രമല്ല, ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു, ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അപ്പോൾ ഞങ്ങളോടൊക്കെ ഞങ്ങൾ ഇതിന് ശേഷം സംസാരിച്ചപ്പോൾ ഒരു സന്ദർഭത്തിൽ ലാലിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇത്രയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ മീഡിയ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത് മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് ഒരു വളരെ ന്യായമായൊരു ചോദ്യമല്ലേ.